കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഓമയ്ക്ക കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഓമയ്ക്ക എന്ന് പറയും, ചില നാട്ടിൽ പപ്പായ, അങ്ങനെ പല പല പേരിലൊക്കെ അറിയപ്പെടും. നമ്മളിവിടെ ഓമയ്ക്ക എന്നാട്ടോ പറയുന്നത്. നമുക്കിതിനെ തോരൻ വെക്കാം ഇന്ന്. അപ്പോൾ എങ്ങനെ ഓമയ്ക്ക തോരൻ വെക്കുന്നതിന് നമുക്ക് നോക്കാം. നമ്മുടെ ഓമയ്ക്ക കണ്ട് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഫുള്ള് ഞാൻ കാണിച്ച ഫുൾ ഓമയ്ക്ക എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും റെസിപ്പി ചെയ്യാം. നമ്മൾ പകുതി എടുത്തിട്ടുള്ളൂ. ആ ഓമയ്ക്കയുടെ കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഇത്രയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പിന് വേണ്ട സാധനങ്ങൾ കാണിക്കാം. 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ മുളക് പൊടി, 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി ജീരകം. ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുക വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഓമയ്ക്ക അടപ്പിൽ വെക്കാനുള്ള പരിപാടികൾ ചെയ്യാം. ഗ്യാസ് കത്തിച്ച് നമ്മൾ ചട്ടി അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ഓമയ്ക്ക, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ്സിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇവിടെ നിന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഓമയ്ക്ക ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പൊന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞ് പോവരുത്. ഇനി നമുക്കതൊന്ന് പതിയെ ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു കളർ വന്നത്, ഒരു ഓറഞ്ച് കളർ പോലെ വന്നത്. മുളക് പൊടി ഇടാതെയും നിങ്ങൾക്ക് വെള്ള കളർ തോരൻ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. മുളക് പൊടി ഇടാതിരുന്നാൽ മതി. നമ്മളിവിടെ മുളക് പൊടി ഇട്ടാണ് തോരൻ വെച്ചിരിക്കുന്നത്. ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ ഓമയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ് വെക്കാനും. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ വിജയിപ്പിക്കണം. നന്ദി.